അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സോയാബീൻ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നെയ്ച്ചോറും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ, സൈഡ് ഡിഷായിട്ട് എന്തുണ്ടാക്കുന്നു. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ വെജിറ്റേറിയൻസിനും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മുടെ വീട്ടിൽ സോയാബീനൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഒറ്റ തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോയാബീൻ കഴിക്കാത്തവരും കഴിച്ചു പോവും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാം. ആദ്യം തന്നെ ഒരു ബൗളെടുക്കുക, അതിലോട്ട് 2 കപ്പ് സോയാബീൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കളർ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. 2 കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എടുത്തതാണ്. അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചുറ്റു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇതാ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പം ഇതുപോലെ ക്യൂബ് സൈസ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനും. ഒരുപാട് ചെറുതായിട്ടും വേണ്ട, അല്ലെങ്കിൽ ഒത്തിരി വലുതായിട്ടും വേണ്ട, ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ സോയാബീനൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം. ഇതിൽ ഇതുപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക, എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സോയാബീന് നടുവിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയ സോയാബീൻ ആയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ അരമുറി ചെറുനാരങ്ങ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഈ ഒരു റെസിപ്പിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചേർത്താൽ മതി. ലൈറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു മസാല വേണ്ടത്. എന്നിട്ട് നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസാണ്, അതുപോലെ തന്നെ സോയാ സോസും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനായിട്ടൊരു ബൗൾ എടുക്കുക, അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ നമ്മുടെ സോസ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള കോൺഫ്ലവർ മിക്സ് റെഡിയാക്കി എടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ ആ കട്ടയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടണം കേട്ടോ. പിന്നെ ഈ കോൺഫ്ലവർ ഓപ്ഷണലാണ്, വേണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിൽ വേണമെങ്കിൽ മാത്രം ഈ കോൺഫ്ലവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. ചൂടായി വരുന്ന സമയത്ത് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ കുറഞ്ഞ ഓയിലിൽ ഫ്രൈ ചെയ്താൽ മതി. അപ്പോഴേ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ സോയാബീൻ കുതിർക്കുന്ന ടൈമിൽ തിളച്ച വെള്ളമായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സോയാബീൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 8 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. പിന്നെ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഫ്രൈയും തയ്യാറാക്കുന്നത്. അപ്പോൾ സോയാബീൻ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ആ റോ സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീനും കൂടെ ഇതിലോട്ട് ചേർത്ത് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസും കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കോൺഫ്ലവർ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിൽ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോൺഫ്ലവർ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കളയാം. ഇതില്ലാണ്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കോൺഫ്ലവർ ചേർത്ത ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഉപ്പിൻ്റെ കുറവ് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ മാത്രം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പിന്നെ വീഡിയോയിൽ കുറച്ചുകൂടെ ഒരു കളർഫുള്ളൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ചേർത്തത്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൊച്ചുങ്ങൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.